ഹലോ, ആറാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കീ കോൺസെപ്റ്റിലേക്ക് വരാം. ആദ്യം വരുന്നത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. പിന്നെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ: പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, ഹെഡർ ഫയൽസ്, ഒരു സാമ്പിൾ പ്രോഗ്രാം ഉപയോഗിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ ഗൈഡ് ലൈൻസ് ഫോർ വേരിയബിൾസ് ആൻഡ് കമൻറ്റ്സ്, വേരിയബിൾസ് എങ്ങനെ ഉപയോഗിക്കാം, കമൻറ്റ്സ് എങ്ങനെ ഉപയോഗിക്കാം, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെ, ആക്സസ് മോഡിഫയർ, ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്, പിന്നെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതിൽ കൂടുതലായിട്ട് വരുന്ന ഓപ്പറേറ്റേഴ്സ്: അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. പിന്നെ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അതുപോലെ ഈ ഓപ്പറേറ്റേഴ്സിന് ഏത് രീതിയിലാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രസിഡൻസ്, ഏത് ഓപ്പറേറ്ററാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള അതാണ് പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ദെൻ ടൈപ്പ് കൺവേർഷൻസ്, ഡാറ്റ ടൈപ്പിനെ ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണ്, എങ്ങനെയാണെന്നൊക്കെ. രണ്ട് തരം ടൈപ്പ് കൺവേർഷൻ ഉണ്ട്: ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഈ ഒരു ആറാമത്തെ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന ഈ ആറാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാമിൽ നിന്ന് തുടങ്ങാം. സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. അതിലെ പ്രീ പ്രോസസ്സറും ഹെഡർ ഫയലും ഒക്കെ എന്താണെന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ #include IOStream, എന്നിട്ട് ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ചിഹ്നത്തിൻ്റെ ഇടയിൽ ഹെഡർ ഫയലിൻ്റെ പേര്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന യൂസിങ് നെയിം സ്പേസ്, STD എന്നാണ് നമ്മൾ എഴുതുക. ആ STD ഒരു ഐഡൻറ്റിഫയർ ആണ്. സോ യൂസിങ് നെയിം സ്പേസ് ഐഡൻറ്റിഫയർ. അടുത്തത് ഇൻറ്റ് മെയിൻ, ഒരു ഓപ്പണിംഗ് ക്ലോസ് ഫ്ലോർ ബ്രാക്കറ്റും ഒരു ക്ലോസിങ് ബ്രാക്കറ്റും. കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ എഴുതാം. ഏറ്റവും ലാസ്റ്റിൽ റിട്ടേൺ 0 എന്ന് എഴുതി സെമിക്കോളൻ ഇടുന്നു. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പം സെമിക്കോളൻ ഇടണം. ഇതാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കാണിച്ചിരിക്കുന്ന ഈ #include എന്താണെന്ന് നോക്കാം. ഈ #includeനെ നമ്മൾ പറയാം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്നാണ്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, അതായത് പ്രോഗ്രാമിനെ കമ്പൈൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനാണ് ഈ പ്രീ പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. ഇവിടെ #include എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് പ്രീ പ്രോസസ്സറായിട്ട് ഇവിടെ വരുന്നത്. അത് ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ ആണ് ഈ പ്രീ പ്രോസസ്സർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ #include എന്ന് പറയുന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഹെഡർ ഫയൽ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാൻ വേണ്ടിയാണ്. യു ജസ്റ്റ് ഇൻക്ലൂഡ് ദിസ് ഹെഡർ ഫയൽ എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ പ്രോസസ്സർ എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രീ പ്രോസസ്സർ നോക്കാം, ഡെഫിനേഷൻ നോക്കാം. പ്രീ പ്രോസസ്സേഴ്സ് ആർ ദി കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത്രയും മതി നിങ്ങൾക്ക്. എക്സാമ്പിൾസ്: ഒന്ന് #include, നമുക്ക് അറിയാവുന്ന #include ആണ് ഒന്ന്. ഇനിയും രണ്ട് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവും കൂടിയും ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നില്ല. #defineഉം #undefined. ഓക്കെ, ഈ രണ്ടെണ്ണമാണ്
ഈ 3 ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡിഫൈൻ, ഈ 3 എണ്ണമാണ് നിങ്ങൾ ഇവിടെ C++ൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്. ഇനി ഹെഡർ ഫയൽസിനെ പറ്റി പറയാം. എന്താണ് ഹെഡർ ഫയൽ? കണ്ടോ, ഹെഡർ ഫയലിൻ്റെ ഡെഫിനിഷൻ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെഡർ ഫയൽസ് കണ്ടെയ്ൻസ് സം ഇൻഫർമേഷൻസ് അബൌട്ട് ഫങ്ഷൻസ് ആൻഡ് ഒബ്ജക്ട്സ്, അതർ ഒബ്ജക്ട്സ് എന്ന് എഴുതിയാൽ മതി. നീട്ടിയൊന്നും എഴുതണ്ട. ഹെഡർ ഫയൽസ് കണ്ടെയ്ൻ ദി ഇൻഫർമേഷൻ അബൌട്ട് ഫങ്ഷൻസ് ആൻഡ് അതർ ഒബ്ജക്ട്സ് എന്ന് കൊടുത്താൽ മതി നിങ്ങളുടെ ഡെഫിനിഷനിൽ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹെഡർ ഫയലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, IO stream, input output stream. IO stream is an example of header file. IO stream എന്താണ്? ഹെഡർ ഫയലിനുള്ള എക്സാമ്പിളാണ്. ഈ IO സ്ട്രീമിലാണ് CIN, COUT എന്നീ സ്ട്രീം ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കാം. GCCയിൽ ഹെഡർ ഫയലിന് .h എന്ന് പറയുന്ന ഫയൽ നെയിം എക്സ്റ്റൻഷൻ ആവശ്യമില്ല. പക്ഷേ ടർബോ C ഒക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ടർബോ C++ IDE ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ IO stream .h അങ്ങനെ എഴുതേണ്ടി വരും. അതേസമയം ജീനിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെറുതെ IO stream എന്ന് മാത്രം കൊടുത്താൽ മതി. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് നെയിം സ്പേസ്. ഈ നെയിം സ്പേസിൻ്റെ കോൺസെപ്റ്റ് അറിയാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആ രണ്ടാമത്തെ ലൈൻ ഒന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഹാഷ് ഇൻക്ലൂഡ് IO stream എന്ന് എഴുതി കഴിഞ്ഞ് പിന്നെ രണ്ടാമതായിട്ട് എഴുതുന്ന ലൈനാണ് യൂസിങ് നെയിം സ്പേസ് STD എന്നിട്ടൊരു സെമിക്കോളൻ ഇട്ടുകൊടുക്കും അല്ലേ. അതിൽ യൂസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ്. നെയിം സ്പേസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോഗ്രാം ചെയ്യാനായിട്ട് നെയിം സ്പേസ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ അച്ഛൻ പറയാം, നീ ആ ടേബിളിൽ ഇരുന്ന് പഠിച്ചോ, ആ ടേബിൾ നീ ഉപയോഗിച്ചോ പഠിക്കാൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ നെയിം സ്പേസ് ഉപയോഗിച്ചോ എന്ന് പറയാം. എന്നിട്ട് ആ നെയിം സ്പേസ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡ് നെയിം സ്പേസാണ് ഉപയോഗിച്ചോ എന്ന് പറയുന്നത്. STD എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ യൂസിങ് നെയിം സ്പേസ് STD എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ദി keyword using technically tells the compiler about namespace where it should search for the elements used in the program. അതുപോലെ STD is an abbreviation of standard and it is the standard namespace in which cout, cin and a lot of other objects are defined. Now we can see main function in the program. ഏത് പ്രോഗ്രാം എടുത്താലും നമുക്ക് മെയിൻ ഫങ്ഷൻ ആ പ്രോഗ്രാമിൽ കാണാം. അത് ഇൻറ്റ് മെയിൻ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതുക. ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയിട്ട് ഒരു വളഞ്ഞ ബ്രാക്കറ്റ് പരന്തിസിസ് എന്നാണ് അതിന് നമ്മൾ പറയാം. അങ്ങനെ പരന്തിസിസ് ഇടും. പിന്നെ ഒരു ഓപ്പണിംഗ് ഫ്ലോർ ബ്രാക്കറ്റും ഉണ്ടാവും, ക്ലോസിംഗ് ഫ്ലോർ ബ്രാക്കറ്റും ഉണ്ടാവും. ഓക്കെ, ഈ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അതുപോലെ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ഇൻറ്റ് ഡാറ്റ ടൈപ്പാണ്. ദി പ്രോഗ്രാം എവറി C++ program consists of function called main. The execution starts at main and ends within main. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം തന്നെ ഈ മെയിൻ ഫങ്ഷൻ്റെ ഫ്ലോർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നടക്കുക. ഓക്കെ, അപ്പം മെയിൻ ഫങ്ഷൻ ഇല്ലാതെ യാതൊരു പരിപാടിയും
C++ൽ നടക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ റിട്ടേൺ 0 എന്തിനാന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇൻറ്റു മെയിൻ എന്ന് കൊടുത്തത് കൊണ്ടാണ് നമ്മളിവിടെ റിട്ടേൺ 0 എന്ന് കൊടുത്തത്. അതായത് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ കിട്ടണം. അപ്പോൾ 0 എന്ന് പറയുന്ന ഇൻറ്റീജറാണ്, അതുകൊണ്ട് റിട്ടേൺ 0 എന്ന് ലാസ്റ്റിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സാധാരണ സാമ്പിൾ പ്രോഗ്രാം, ജസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ നമ്മൾ എഴുതിയതാണ്, ഒന്ന് നോക്കാം. ഒരു ഹലോ വെൽക്കം ടു C++ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് ഹലോ വെൽക്കം ടു C++ എന്ന് നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം സ്ക്രീനിൽ. അതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ടായിട്ട് Cout സ്റ്റേറ്റ്മെൻറ്റും അതിനോടൊപ്പം ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിട്ടുള്ള ലെസ് ദാനും ഉപയോഗിച്ചിട്ടുണ്ട്. ഡബിൾ കോട്ടിനുള്ളിൽ 2 ഡബിൾ കോട്ട്സ് ഉപയോഗിച്ചിട്ട് അതിനുള്ളിലാണ് ഹലോ വെൽക്കം ടു C++ എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ C++ൻ്റെ Cout ഹലോ വെൽക്കം ടു C++ കഴിഞ്ഞ് സെമിക്കോളനും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ റിട്ടേൺ 0 കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടിരിക്കുന്നു. ആസ് യൂഷ്വൽ ഹാഷ് ഇൻക്ലൂഡ് IOStream ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് STD ഉണ്ട്, ഇൻറ്റ് മെയിൻ ഉണ്ട്. ഈ ഹാഷ് ഇൻക്ലൂഡ് എന്താണ്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. IOStream എന്താണ്? ഹെഡർ ഫയൽ. യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റാൻഡേർഡ് STD എന്ന പേരുള്ള സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്, യൂസിങ് നെയിം സ്പേസ് STD എന്നതുകൊണ്ട്. ഇനി ഇൻറ്റ് മെയിൻ എന്താണ്? മെയിൻ ഈസ് എ ഫങ്ഷൻ ആൻഡ് ഇൻറ്റ് ഈസ് ദി ഡാറ്റ ടൈപ്പ്. റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ആണ്, ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നാണ് ഇൻറ്റ് എന്നിവിടെ കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Cout എന്താണ്? ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. റിട്ടേൺ 0 എന്താണ്? മെയിൻ ഫങ്ഷനിലേക്ക് 0 എന്ന ഇൻറ്റീജർ റിട്ടേൺ ചെയ്യാനാണ് റിട്ടേൺ 0 ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പ്രോഗ്രാം കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യൂസ് സ്യൂട്ടബിൾ നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സിനെല്ലാം നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള പേരുകൾ തന്നെ നൽകണം. യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻസ്. അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ളതും വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള എക്സ്പ്രഷൻസാണ് എഴുതേണ്ടത്. ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, വളരെ കോംപ്ലിക്കേഷനുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്രഷൻസ് വേണം നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ C++ പ്രോഗ്രാമിൽ കമൻസ് ഉപയോഗിക്കണം. നമുക്ക് കമൻസ് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് സിംഗിൾ ലൈൻ കമൻ്റായിട്ട് ഉപയോഗിക്കാം, മൾട്ടി ലൈൻ കമൻ്റായിട്ട് ഉപയോഗിക്കാം. സിംഗിൾ ലൈൻ കമൻ്റാണ് 2 സ്ലാഷ് ഇട്ട് കൊടുക്കണം മുന്നിൽ, എന്നിട്ടാണ് നമ്മൾ കമൻ്റ് എഴുതുക. ഇനി ഒന്നിലധികം വരികളുള്ള കമൻ്റാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് മൾട്ടി ലൈൻ കമൻ്റാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ /**ഉം // ഉപയോഗിക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എത്ര വരികൾ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു സംഭവം. പിന്നെ റിലവൻസ് ഓഫ് ഇൻഡൻറ്റേഷൻ ആണ് മറ്റൊന്ന്. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എവിടെയൊക്കെ നമ്മൾ സ്പേസിങ് കൊടുക്കണോ ആ രീതിയിൽ പ്രോഗ്രാം കറക്റ്റായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡൻറ്റ് കൊടുക്കുന്നത്. ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പേസിങ്, ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ടാബ് സ്പേസിങ്ങും ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ പ്രോഗ്രാം എഴുതാൻ. അപ്പോൾ പ്രോഗ്രാം നല്ല വൃത്തിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം വെച്ചാൽ ആവശ്യമുള്ള രീതിയിൽ ഇൻഡൻറ്റേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വേരിയബിൾസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാറ്റ ടൈപ്പ് ആദ്യം എഴുതുക. വേരിയബിൾ എന്താണെന്നും നമ്മൾ പഠിച്ചിരുന്നു. വേരിയബിൾ
ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള രണ്ടല്ല മൂന്ന് സംഭവങ്ങൾ. ഒന്ന് വേരിയബിൾ നെയിം, എൽ വാല്യൂ, ആർ വാല്യൂ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതിനെ പറ്റിയും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഡാറ്റ ടൈപ്പ് കൊടുക്കണം, എന്നിട്ട് വേരിയബിളിൻ്റെ പേരും കൊടുക്കണം. ഓക്കെ. Supplying value to a variable at the time of its declaration is called variable initialization. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇനീഷ്യൽ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ ചിലപ്പം മെമ്മറിയിൽ നേരത്തെ ഉപയോഗിച്ച വാല്യൂ മെമ്മറിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടേതായ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നത്. വേരിയബിൾസ് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡാറ്റ ടൈപ്പ് പറയുക, വേരിയബിളിൻ്റെ പേര് പറയുക, ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽസ് എന്ന് പറയുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, പിന്നെ അതിൻ്റെ വാല്യൂ കൊടുക്കാം. അതൊരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് ഡാറ്റ ടൈപ്പ് എന്ന് എഴുതി വേരിയബിൾ എഴുതി ബ്രാക്കറ്റിൽ വാല്യൂ കൊടുക്കുക, സെമിക്കോളൻ ഇടാം. XYZ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഇതാണ് XYZ, അതിലേക്ക് എനിക്ക് 120 എന്ന് പറയുന്ന വാല്യൂ തുടക്കത്തിൽ തന്നെ സ്റ്റോർ ചെയ്യണം. ഇനീഷ്യൽ, അതായത് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കം, ഇനീഷ്യൽ വാല്യൂ ആയിട്ട് എനിക്ക് 120 സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്തെഴുതണം? ഇൻറ്റ് XYZ ഈക്വൽ ടു 120 സെമിക്കോളൻ. അതല്ലെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഇൻറ്റ് XYZ ബ്രാക്കറ്റിൽ 120 സെമിക്കോളൻ. ഈ രണ്ട് രീതിയിൽ എനിക്ക് ഈ XYZനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇവിടെ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറെ എക്സാമ്പിൾസ് കാണാം. ഫ്ലോട്ട് ഉപയോഗിച്ചിട്ട് ഫ്ലോട്ട് വാല്യൂ ഈക്വൽ ടു 0.12, B ഈക്വൽ ടു 15.234. രണ്ട് വേരിയബിൾസ് ഒറ്റയടിക്ക് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്ന. ഇനി ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നു. K ഈക്വൽ ടു സിംഗിൾ കോട്ടിൽ എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറാണ്. അതിനെ സിംഗിൾ കോട്ടിൽ കൊടുത്തിട്ടാണ് അത് സിംഗിൾ ക്യാരക്ടറാക്കി മാറ്റിയത്. സോ K ഈസ് ഈക്വൽ ടു എ. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ഒരു ആക്സസ് മോഡിഫയർ, കോൺസ്റ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയറിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇത്തരത്തിലുള്ള കോൺസ്റ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ ഉപയോഗിക്കേണ്ടി വരിക എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പൈൻ്റെ വാല്യൂ പൈ നമ്മുടെ ഇങ്ങനെ എഴുതുന്ന പൈ ഉണ്ടല്ലോ, പൈ ഈസ് ഈക്വൽ ടു 22/7 അല്ലെങ്കിൽ 3.14. നമുക്കറിയാം ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെന്ന് വിചാരിച്ചോ. വേണമെങ്കിൽ നമുക്ക് ഫ്ലോട്ട് പൈ ഈക്വൽ ടു 3.14 എന്ന് എഴുതാം. ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്ന് എഴുതാം. പക്ഷേ അന്നേരം അത് കോൺസ്റ്റൻ്റ് ആവുന്നില്ല. പൈ ഈസ് ഇനീഷ്യലൈസ്ഡ് വിത്ത് 3.14. പക്ഷേ ദി കണ്ടൻറ്റ് ഓഫ് പൈ ക്യാൻ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി പ്രോഗ്രാം. പക്ഷേ നിങ്ങൾ കോൺസ്റ്റ് ഫ്ലോട്ട് പൈ ഈസ് ഈക്വൽ ടു 3.14 എന്നാണ് എഴുതുന്നതെങ്കിൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അതിൻ്റെ വാല്യൂ പൈൻ്റെ വില നിങ്ങൾ പിന്നീട് ഒരു സമയത്ത് പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അപ്പോൾ ആക്സസ് മോഡിഫയർ ആയിട്ടുള്ള കോൺസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു. അടുത്ത് നമുക്ക് ടൈപ്പ് മോഡിഫയേഴ്സ് നോക്കാം. ടൈപ്പ് മോഡിഫയേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. ദേ ആർ യൂസ് ടു ആൾട്ടർ എന്ന് വെച്ചാൽ ചേഞ്ച് സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ ഓഫ് എ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ്ഡ് ടു ആൾട്ടർ ദി സൈസ്, റേഞ്ച് ഓർ പ്രിസിഷൻ ഓഫ് ഡാറ്റ ടൈപ്പ്. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് 4 തരം ടൈപ്പ് മോഡിഫയേഴ്സാണ് നമ്മൾ സാധാരണയായിട്ട്
ഉപയോഗിക്കുന്നത് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. ലോങ് ഇൻറ്റീജർ, ഷോർട്ട് ഇൻറ്റീജർ, സൈൻഡ് ഇൻറ്റീജർ, ലോങ് അൺസൈൻഡ് ഇൻറ്റീജർ, ആ രീതിയിൽ. അതുപോലെ ഇൻറ്റീജർ വാല്യൂ ഉണ്ടെങ്കിൽ ഇൻറ്റീജറിൻ്റെ മുന്നിൽ ഷോർട്ടെന്നോ ലോങ്ങെന്നോ സൈൻഡ്, അൺസൈൻഡ് അങ്ങനെയൊക്കെ കൊടുക്കാം. അതുപോലെ ഒരു ഫ്ലോട്ട് എന്ന് പറയുന്ന ഫ്ലോട്ടും ഡബിളൊക്കെ ഉപയോഗിക്കുമല്ലോ നമ്മൾ. അതിൻ്റെയൊക്കെ കൂടെ ഈ 4 ടൈപ്പ് മോഡിഫയേഴ്സും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഓരോ ടൈപ്പ് മോഡിഫയേഴ്സും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സൈസ്, അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി ടൈപ്പ് മോഡിഫയർ, ഇപ്പം ഓരോ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡാറ്റ ടൈപ്സ് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ടൈപ്പ് മോഡിഫയർ യൂസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പം ഡാറ്റ ടൈപ്പ് എങ്ങനെ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്യാർ ഡാറ്റ ടൈപ്പ് നമുക്കറിയാം, ക്യാർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 1 byte ആണ്. അതേസമയം ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് നമ്മൾ 4 byte എന്നാണ് പഠിച്ചത്. പക്ഷേ ഷോർട്ട് എന്ന് പറയുന്ന ടൈപ്പ് മോഡിഫയർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് കുറയും, 2 byte ആവും. സാധാ ഇൻറ്റ് ആണെങ്കിൽ 4 byte ആയിരിക്കും. ഇനി നമ്മൾ ലോങ് ഇൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും 4 byte തന്നെയായിരിക്കും ലോങ് ഇൻറ്റ്. ഫ്ലോട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 byte ആയിരിക്കും. ഡബിൾ കൊടുക്കുകയാണെങ്കിൽ 8 byte ആയിരിക്കും. ലോങ് ഡബിൾ എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് 10 bytes ആയിട്ട് മാറും. സൈസ് 10 bytes ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ തന്നെ സൈൻഡ്, അൺസൈൻഡ് എന്ന് പറയുന്ന സംഗതികളെല്ലാം തന്നെ ഇതിൻ്റെ മുന്നിൽ നമുക്ക് എഴുതി ചേർക്കാം. അതിനനുസരിച്ച് സൈസ് ചേഞ്ചായി വരുന്നുണ്ട്. അപ്പം ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എത്ര ബൈറ്റ് ഉണ്ട് ആ ബൈറ്റ് ചേഞ്ച് ചെയ്യാൻ, സൈസ് ചേഞ്ച് ചെയ്യാനും റേഞ്ച് ചേഞ്ച് ചെയ്യാനും. ഇതാ റേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെയൊന്നും വിശദമായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റേഞ്ച് ഇതാ എങ്ങനെയാണ് ചേഞ്ച് ആകുന്നതെന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് പോവാം. മോർ ഓപ്പറേറ്ററിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമ്മൾ കുറേ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ, റിലേഷണൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ, അങ്ങനെ കുറേ ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ്? ഈക്വൽസ് അല്ലേ, സോറി, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഇതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം. പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡഡ് ബൈ, പെർസെൻറ്റേജ്, ഇതെല്ലാം അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ്, നമുക്കറിയാം. അത് നമ്മൾ തന്നെ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിച്ചപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഈക്വൽസ് ചിഹ്നവും കൂടി, അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായ ഈക്വൽസും കൂടിയും കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോൾ അതിനെ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അതിന് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ വിത്ത് ആൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് നോൺ ആസ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം നമുക്ക്. പ്ലസ് ഈക്വൽസ്, മൈനസ് ഈക്വൽസ്, സ്റ്റാർ, ഇൻറ്റു ഈക്വൽസ്, അതുപോലെ സ്ലാഷ് ഈക്വൽസ്, പെർസെൻറ്റേജ് ഈക്വൽസ്. ഇങ്ങനെ എഴുതുന്നതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കാം. എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽസ് എക്സ് പ്ലസ് 10 എന്നാണ്. അതായത് എക്സിൽ ഓൾറെഡി ഇപ്പം എന്ത് വാല്യൂ ആണ് ഉള്ളത് അതിനോട് ഒരു 10 ആഡ് ചെയ്യുക എന്നാണ് എക്സ് പ്ലസ് ഈക്വൽസ് 10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ് മൈനസ് ഈക്വൽസ് 10 എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൽ ഓൾറെഡി എത്ര വിലയുണ്ടോ, ഇപ്പോൾ എക്സിൽ 25 ഉണ്ട് വിചാരിച്ചോ, അപ്പോൾ ആ 25 മൈനസ് 10 അതിനെ എക്സ്പാൻഡ് ചെയ്ത് വിശദമായി എഴുതുന്ന എക്സ് ഇതാ
ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാ പറയാം, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10. ഇനി എക്സ് സ്റ്റാർ ഈക്വൽസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽസ് എക്സ് ഇൻറ്റു 10. ഇനി എക്സ് ഡിവൈഡഡ് ബൈ ഈക്വൽസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്, തുല്യമായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ എക്സ് ഈക്വൽസ് എക്സ് ഡിവൈഡഡ് ബൈ 10. ഇനി എക്സ് പെർസെൻറ്റേജ് ഈക്വൽസ് 10 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തുല്യമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ അത് നമ്മൾ എഴുതുക എക്സ് ഈക്വൽസ് എക്സ് പെർസെൻറ്റേജ് 10. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇപ്പോൾ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ തന്നിട്ട് അതിൻ്റെ ഈക്വലൻ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഏതാണ് എന്ന് എഴുതാൻ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് നമ്മൾ കഴിഞ്ഞ ഓപ്പറേറ്റേഴ്സിൽ പഠിച്ച സംഭവം തന്നെയാണ്. 4-ാമത്തെയും 5-ാമത്തെയും 8-ാം ചാപ്റ്ററിൽ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററിനെ പറ്റി ടീച്ചർ പറഞ്ഞു തന്നിരുന്നു. 2 ++ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. 2 - കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 കൂട്ടുക, ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ചെയ്യുക. അപ്പം ++ എക്സും x++ഉം രണ്ടും സെയിം തന്നെയാണ്. രണ്ടും ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ആ ++ എക്സിനെ നമ്മൾ പ്രീ ഇൻക്രിമെൻറ്റ് എന്ന് പറയും, x++നെ നമ്മൾ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയും. ഇപ്പം x ഈക്വൽ ടു x+1 എന്നതിന് പകരം നമുക്ക് x+=1 എന്നും എഴുതാം, x++ എന്നും എഴുതാം, ++ x എന്നും എഴുതാം.